നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കേരളത്തിൽ UDF തരംഗം. സെഞ്ചുറി അടിച്ച് തിരിച്ചുവരവ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സമ്പൂർണ്ണാധിപത്യം. കോൺഗ്രസിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ VD സതീശൻ. ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞ LDF. 6 ജില്ലകളിൽ LDF പരാജയം സമ്പൂർണ്ണം. അടിപതറി മന്ത്രിമാർ. ധർമ്മടത്ത് പിണറായിയെ ഞെട്ടിച്ച VP അബ്ദുൾ റഷീദ്. ഭൂരിപക്ഷത്തിൽ വൻ കുറവ്. കണ്ണൂരിലെ CPM കോട്ടകൾ ഉൾപ്പെടെ തകർന്നു. വിശദമായി ചർച്ച ചെയ്യുമെന്ന് MA ബേബി. ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ചരിത്രം കുറിച്ച് BJP. നേമത്തും ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും താമര വിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും BB ഗോപകുമാറും നിയമസഭയിലേക്ക്. നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയം ജനങ്ങൾ നെഞ്ചിലേറ്റിയതിന്റെ തെളിവാണ് 3 സീറ്റുകളിലെ വിജയമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും തോൽവി. ബംഗാളിൽ BJPയുടെ തേരോട്ടം. മമത തകർന്നടിഞ്ഞു. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം. അസമിലും പുതുച്ചേരിയിലും BJPക്ക് ഭരണ തുടർച്ച. ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴകം തൂക്കി TVK. കന്നിയകത്തിൽ ചരിത്രം കുറിച്ച് വിജയ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആർക്കും ഭൂരിപക്ഷമില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങി. അപ്രതീക്ഷിത തോൽവിയിൽ ഞെട്ടി DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിന് ദയനീയ തോൽവി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ UAE ഉടമസ്ഥതയിലുള്ള എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ ആക്രമണ ശ്രമം. സംഭവത്തെ അതിശക്തമായി അപലപിച്ച് UAE. വഞ്ചനാപരമായ ആക്രമണം ഇറാൻ അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് പൂർണ്ണമായും തുറക്കണമെന്നും UAE. ചരിത്രമായി 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ചെങ്കോട്ടകൾ ഇടിച്ചു നിരത്തി 102 സീറ്റുകൾ നേടിയ UDF തേരോട്ടത്തിൽ. 35 സീറ്റുമായി തകർന്നടിഞ്ഞ ഇടതുമുന്നണി. മുഖ്യമന്ത്രിയെ പോലും വിറപ്പിച്ച 13 മന്ത്രിമാരെയും LDF കൺവീനറെയും നിലം പരിശാക്കിയ ജനവിധിയിൽ ഞെട്ടിത്തെറിച്ച ഇടതു നേതൃത്വം. സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷനും ഉൾപ്പെടെ 3 BJP നേതാക്കൾ പൊരുതി നേടിയ മിന്നും വിജയത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച NDA. 2021 99 സീറ്റുമായി തുടർഭരണത്തിലേറി ചരിത്രം കുറിച്ച ഇടതുമുന്നണി 5 വർഷങ്ങൾക്കിപ്പുറം 35 സീറ്റായി തകർന്നടിഞ്ഞതും മറ്റൊരു ചരിത്രമായി മാറുന്നു. ഭരണമുന്നണി നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുമെന്നോ പ്രതിപക്ഷം കൊടുങ്കാറ്റായി മാറുമെന്നോ പ്രവചിക്കാൻ ഒരൊറ്റ എക്സിറ്റ് പോളിന് പോലും കഴിയാതെ പോയി. 100-ലധികം സീറ്റുകൾ നേടി തരംഗമുണ്ടാകുമെന്ന UDF നേതാക്കൾ ആവർത്തിച്ചിരുന്നെങ്കിലും ആർത്തിരമ്പിയ തിരമാലകൾ ഒരു സുനാമിയായി മാറുമെന്ന് അവർ പോലും കരുതിയിരുന്നില്ല. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യം. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാവും കേരളത്തിൽ. 10 വർഷത്തെ ക്ഷേമ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകൾ പിഴച്ചപ്പോൾ ചെങ്കോട്ടകളടക്കം 6 ജില്ലകളിൽ ഭരണമുന്നണിക്ക് സമ്പൂർണ്ണ പരാജയം. മുഖ്യമന്ത്രി പോലും വിയർത്തു ജയിച്ചപ്പോൾ 3/4 മന്ത്രിസഭയും മുങ്ങിത്താഴ്ന്നു. കണ്ണൂരിലെ കോട്ട കൊത്തളങ്ങൾ തരിപ്പണമായി. അമ്പലപ്പുഴയിൽ G സുധാകരനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും CPMന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറി. ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. കേരളമാകെ ഉറഞ്ഞു തുള്ളിയ UDF കൊടുങ്കാറ്റിൽ ഇളകാതെ നിന്ന 3 BJP നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ പോരാളികളായി മാറി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും NDAയുടെ അഭിമാനവും ആവേശവുമായി ചരിത്ര വിജയം നേടി. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ജനങ്ങളൊരു അവസരം തന്നു, അത് സന്തോഷമുണ്ട്.
അധികായന്മാർ കടപുഴകി വീണതും യുവത്വവും പുതുമുഖങ്ങളും വെന്നിക്കൊടി പാറിച്ചതും ഘടകകക്ഷികൾ തോറ്റു തുന്നമ്പാടിയതും സടകുടഞ്ഞെഴുന്നേറ്റതും കണ്ട 2026 തിരഞ്ഞെടുപ്പ് എക്കാലവും ഓർക്കേണ്ട രാഷ്ട്രീയ പാഠം തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് UDFന്റെ സെഞ്ചുറി നേട്ടത്തിൽ അവകാശമുന്നയിക്കാൻ ഏറ്റവും യോഗ്യൻ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തരംഗം സുനാമിയായി മാറിയത് തന്നെയാണ് സതീശൻ പറഞ്ഞ വിസ്മയം. ആകെ തകർന്ന മുന്നണി സംവിധാനത്തെയും കോൺഗ്രസ് എന്ന പാർട്ടിയെയും 2021 മുതൽ ഇങ്ങോട്ട് തോളിലേറ്റി തന്നെയാണ് VD ഈ മിന്നും വിജയത്തിലേക്ക് എത്തിച്ചത്. 2001 മുതൽ പറവൂരിന് ഒറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് VD സതീശനായിരുന്നു. ആ മുഖം ഇന്ന് കേരളത്തിന്റെ മുഖമായിരിക്കുന്നു. ഒരു തവണ തോറ്റ മണ്ഡലത്തിൽ നിന്ന് വിജയം പിടിച്ചെടുത്ത സതീശൻ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കോൺഗ്രസിലെ ഹരിത MLA-മാരുടെ നേതൃത്വം ഏറ്റെടുത്തു. യുവാക്കളായ MLA-മാരെയും MP-മാരെയും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നതിൽ നിർണായക പങ്ക്. ഒടുവിൽ പിണറായി വിജയൻ തുടർഭരണം നേടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി കോൺഗ്രസ് നേതൃത്വം സതീശനെ ചുമതലയേൽപ്പിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ അന്ന് വിമർശനമുയർന്നെങ്കിലും ആ തീരുമാനം 100% ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി പഠിച്ചു തന്നെയാണ് സതീശൻ ഓരോ പ്രതികരണങ്ങളും നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധം പുലർത്തി. സഭയ്ക്ക് അകത്തും പുറത്തും ഭരണപക്ഷ നേതൃത്വത്തെ ചോദ്യമുനയിൽ നിർത്താൻ VD സതീശന് കഴിഞ്ഞു. 4 തട്ടിലായിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല, പല വഴിക്കൊഴുകിയിരുന്ന UDFനെയും ഒറ്റക്കെട്ടായി ചേർത്തു നിർത്തി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ടീം UDF എന്ന നിലയിൽ കെട്ടുറപ്പുള്ള സംവിധാനം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. തകർന്നുപോയ ജനവിശ്വാസം 5 വർഷം കൊണ്ട് തിരിച്ചുപിടിച്ചു. മതസാമുദായിക നേതൃത്വത്തിന് കീഴടങ്ങിയിരുന്ന UDF സംവിധാനത്തെ അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചതും സതീശനാണ്. കണക്കുകൾ പറഞ്ഞു തന്നെയായിരുന്നു സതീശൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. ഓരോ ഫലം വരുമ്പോഴും അത് കൃത്യമായി എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് സതീശൻ പറഞ്ഞു. അന്ന് VD സതീശനെ പരിഹസിച്ചവർ നിരവധിയാണ്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഫലം വന്നപ്പോൾ സതീശന്റെ വാക്കുകളെല്ലാം യാഥാർത്ഥ്യമായി. പറവൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് സംഭവിച്ചുവെന്ന് മാത്രമാണ് എതിരാളികൾക്ക് ആകെ പറയാനുണ്ടാവുക. ET ടൈസൺ മാസ്റ്റർ ഇറക്കിയിട്ടും 20,000-ന് മുകളിൽ നിന്നു ഭൂരിപക്ഷം. ഇനിയൊരു കാത്തിരിപ്പാണ്. പട നയിച്ചവൻ നാട് നയിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. തുടർഭരണമെന്ന ചരിത്ര നേട്ടത്തിൽ ഇടതുമുന്നണിയെ നയിച്ച ക്യാപ്റ്റന്റെ ഇങ്ങനെയൊരു പടിയിറക്കം രാഷ്ട്രീയ എതിരാളികൾ പോലും കരുതിയിരുന്നില്ല. അക്കമിട്ട് നിരത്തിയ 10 വർഷത്തെ ക്ഷേമ വികസന പദ്ധതികളോട് മുഖം തിരിച്ച ഭരണമുന്നണിയെ വേരോടെ പിഴുതെറിഞ്ഞ ജനവിധി ആർക്കുള്ള മറുപടിയാണ്? മണിക്കൂറുകൾക്കുള്ളിൽ രാജി സമർപ്പിച്ച മുഖ്യമന്ത്രി തോൽവിയുടെ ഭാരം ഏറ്റെടുക്കുമോ എന്നതും മറ്റൊരു ചോദ്യം. പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി. ഈ ആപ്തവാക്യം ക്രമേണ CPM-ന്റെ ശൈലിയായി മാറിത്തുടങ്ങിയ കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേറിയ നേതാവ് 10 വർഷം തുടർച്ചയായി ഭരിച്ചു. പാർട്ടിയെയും മുന്നണിയെയും നയിച്ചു. ഇക്കാലയളവിൽ വന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അതൊന്നും തുടർഭരണത്തെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം പാർട്ടിക്കും ക്യാപ്റ്റനും ഒരുപോലെയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും വാരിക്കോരി നൽകുന്ന ക്ഷേമ വികസന പദ്ധതികൾ. കോവിഡ് കാലത്തെ കിറ്റും 6 മണി വാർത്താ സമ്മേളനവും 2ാം ഭരണകാലത്ത് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ജനം മുഖം തിരിച്ചു. ഒന്നും എന്നെ യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഭരണവിരുദ്ധതയ്ക്കപ്പുറം ജനങ്ങൾ തിരഞ്ഞു പിടിച്ചു തോൽപ്പിക്കുന്ന കാഴ്ച കണ്ട് നേതാക്കന്മാർ ഞെട്ടിവിറച്ചു. പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച നേതാക്കന്മാരെ പരിഹസിച്ച് അവഗണിച്ചപ്പോൾ പാളയത്തിലെ പട തിരിച്ചറിയാൻ വൈകിയ പടനായകനായി മാറി. പ്രത്യയശാസ്ത്രത്തിലും ശൈലിക്കും വ്യതിചലനമുണ്ടായപ്പോൾ നേതാവിനൊപ്പം നേതൃത്വവും നിലകൊണ്ടു. തിരുത്താൻ ഒരു വേള പോലും തയ്യാറാകാതിരുന്ന പാർട്ടിയെ നേരിടാൻ ഒടുവിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. തുടർഭരണമുണ്ടായപ്പോൾ 2ാം ഇടതുമുന്നണി എന്നതിനപ്പുറം 2ാം പിണറായി എന്ന വിളിപ്പേര് സമ്മാനിച്ച പാർട്ടി നിലം പരിശാകുമ്പോൾ പാപഭാരം ഏറ്റെടുക്കേണ്ട പടനായകൻ നിശബ്ദനായി പടിയിറങ്ങുകയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. CPM-ൽ ആഭ്യന്തര പ്രശ്നങ്ങളും ആശയ പോരാട്ടങ്ങളും ഉന്നയിച്ച് പുറത്തുപോയ വിമതരുടെ വിജയമാണ് കനത്ത പരാജയത്തിനിടയിലും CPM-നെ വരും ദിവസങ്ങളിൽ അലട്ടുക.
പാർട്ടിയിൽ കലാപമുയർത്തി പുറത്തുപോയവരുടെ വിജയത്തിൽ അണികളോട് മറുപടി പറയേണ്ട ബാധ്യതയും പ്രവർത്തകരോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വവുമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച സഖാക്കൾ തന്നെയാണ് ആദ്യം നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിക്കെതിരെ പോരിനിറങ്ങിയത്. കുടുംബാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 12,627 വോട്ടുകൾക്കാണ് TK ഗോവിന്ദൻ PK ശ്യാമളയെ വീഴ്ത്തിയത്. MV ഗോവിന്ദൻ 22,689 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിലെ പരാജയം ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് പാർട്ടിക്ക് മറയ്ക്കാനാവില്ല. 1970 ശേഷം ഇതാദ്യമായാണ് CPM മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. പാർട്ടിക്കകത്തൊരു പ്രവണതക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. ആ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ വിജയം. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ വിജയമല്ല, ആ പോരാട്ടത്തിന്റെ വിജയമാണ്. കൈക്ക് കൈ കൊടുക്കാതെ എന്നാൽ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ച് TK വിജയിക്കുന്നതോടെ CPMിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടെയാണ് പൊതു ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നമില്ലാതെ കോൺഗ്രസ് പിന്തുണയിൽ മത്സരിച്ച CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടുകൾക്ക് വിജയിച്ചത് CPMന് ജില്ലയിലെ ഇരട്ട പ്രഹരമായി. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞ് പുറത്തുപോയ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച TI മധുസൂദനെയാണ് പരാജയപ്പെടുത്തിയത് എന്നത് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കും. UDFന്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ജയിച്ചത് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ നിരവധി ആളുകളുടെ വോട്ട് കൂടി എനിക്ക് ഈ വിജയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതും നമുക്കെല്ലാം ബോധ്യമുണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 49,780 വോട്ടിന് ഇതേ മധുസൂദനൻ ജയിച്ച മണ്ഡലമാണ് ഇത്തവണ കൈവിട്ടത്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയിലുണ്ടായ വിള്ളൽ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഏവരും ഉറ്റുനോക്കിയ അമ്പലപ്പുഴയിലെ G സുധാകരന്റെ പോരാട്ടവും വിജയിച്ചതോടെ പാർട്ടിയിലെ ക്രിമിനൽ വൽക്കരണവും സ്വജനപക്ഷപാതവുമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. സിറ്റിംഗ് MLA H സലാമിനെ 27,935 വോട്ടുകൾക്കാണ് G സുധാകരൻ പാഠം പഠിപ്പിച്ചത്. പാർട്ടിക്കകത്തെ പുഴുക്കുത്തുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അച്ചടക്കത്തിന്റെ വാളുകൊണ്ട് ഇനി കെട്ടിയിടാനാവില്ലെന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുക കൂടെയാണ് ഈ വിജയങ്ങൾ. അതേസമയം പാർട്ടി വിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഐഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ ജയിക്കാനുമായില്ല. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലത്ത് RSPയുടെ ശക്തമായ തിരിച്ചുവരവ്. ജില്ലയിൽ RSP മത്സരിച്ച 3 മണ്ഡലങ്ങളിലും തിളക്കമാർന്ന വിജയം നേടി. കൊല്ലത്തിലെ വിജയങ്ങൾ RSPക്ക് ഒരു ജില്ലാതല നേട്ടം മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ തുടക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ മാറ്റസൂചനയാണ് RSPയുടെ വിജയങ്ങൾ. വർഷങ്ങളായി പരിമിതമായ സ്വാധീനത്തിൽ ഒതുങ്ങിയിരുന്ന പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും തങ്ങളുടെ വോട്ടു ബാങ്കും സംഘടനാ ശക്തിയും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ മത്സരിച്ച 3 മണ്ഡലങ്ങളായ ചവറ, കുന്നത്തൂർ, ഇരവിപുരം എന്നിവിടങ്ങളിൽ RSP സ്ഥാനാർത്ഥികൾ നേടിയ തിളക്കമാർന്ന വിജയങ്ങൾ പാർട്ടിയുടെ പുനരുജ്ജീവനത്തിന് വ്യക്തമായ തെളിവാണ്. പ്രത്യേകിച്ച് ചവറ മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ജനവിധി തേടിയപ്പോഴുണ്ടായ പോരാട്ടം ഏറെ ശ്രദ്ധേയമായി. 2 തവണ MLA ആയിരുന്ന സുജിത് വിജയപിള്ളയെ പരാജയപ്പെടുത്തിയ വിജയം RSPക്ക് രാഷ്ട്രീയ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 18,573 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ നേടിയ വിജയം കൂടുതൽ നിർണായകമാണ്. 25 വർഷമായി മണ്ഡലത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന കോവൂർ കുഞ്ഞുമോനെ 25,314 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉല്ലാസ് കോവൂർ പരാജയപ്പെടുത്തിയത് വോട്ടർമാരുടെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമായി വിലയിരുത്തപ്പെടുന്നു. ഇരവിപുരത്തും സമാനമായ രാഷ്ട്രീയ മാറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDFന്റെ ഉറച്ച കോട്ടയായി കണക്കാക്കിയിരുന്ന മണ്ഡലത്തിൽ വിഷ്ണുമോഹൻ M നൌഷാദിനെ തോൽപ്പിച്ചത് പരമ്പരാഗത വോട്ടിംഗ് പാറ്റേണുകളിൽ വന്ന മാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. മൊത്തത്തിൽ RSPക്ക് അനുവദിച്ച 5 സീറ്റുകളിൽ 4-ൽ പാർട്ടി നേരിട്ട് മത്സരിക്കുകയും മറ്റൊന്നിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 4 സീറ്റുകളിൽ വിജയം നേടിയത് പാർട്ടിയുടെ സംഘടനാ ശക്തിയും സ്ട്രാറ്റജിക് കണക്കുകൂട്ടലും ശരിയായിരുന്നുവെന്നതിന് തെളിവാണ്. കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. മുന്നണികളിലെ സമവാക്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ RSPയുടെ ഈ തിരിച്ചുവരവ് ഭാവി രാഷ്ട്രീയ ചർച്ചകളിൽ നിർണായക ഘടകമാകാൻ സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ UAE ഉടമസ്ഥതയിലുള്ള അഡ്നോക് എണ്ണ ടാങ്കറിന് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം നടന്നു. 2 ഡ്രോണുകളാണ് ആക്രമണ ശ്രമത്തിന് ഉപയോഗിച്ചത്. ആർക്കും പരിക്കില്ല. സംഭവത്തെ UAE അതിശക്തമായി അപലപിച്ചു. വഞ്ചനാപരമായ ആക്രമണം ഇറാൻ അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് പൂർണ്ണമായും തുറക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രാദേശിക സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്നും UAE പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിനിടെ UAE താമസക്കാരുടെ മൊബൈലിൽ നിന്ന് ഉച്ചയ്ക്കു ശേഷം സുരക്ഷാ മുൻകരുതൽ സന്ദേശം വന്നു. കുറച്ചു സമയത്തിനു ശേഷം സുരക്ഷിതമാണെന്നുള്ള സന്ദേശവും എത്തി.
ലോകവിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനും സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുമായി പ്രതിദിന എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ ഒപെക് പ്ലസ് സഖ്യത്തിലെ 7 രാജ്യങ്ങൾ തീരുമാനിച്ചു. ജൂൺ മാസം മുതൽ പ്രതിദിനം 1,88,000 ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. ഇത് തുടർച്ചയായ 3-ാം മാസമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടുന്നത്. സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, അൾജീരിയ, കസാഖിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കാരണം ഒപെക് പ്ലസ് രാജ്യങ്ങൾക്ക് പ്രതിദിനം 77 ലക്ഷം ബാരലിന്റെ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ആഘോഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ UDF അനുകൂല സംഘടനകളും. പ്രവൃത്തി ദിവസമായിരുന്നിട്ടും പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ചിരുന്നാണ് ദുബായിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കണ്ടത്. UDF വിജയം ഉറപ്പായതോടെ മധുരപലഹാരങ്ങൾ പങ്കിട്ട് അണികൾ ആഘോഷം ഗംഭീരമാക്കി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അറിയാനുള്ള ഗൾഫ് പ്രവാസികളുടെ ആവേശം ഇത്തവണയും പ്രകടമായിരുന്നു. പടുകൂറ്റൻ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഭരണത്തിലെത്താൻ സാധിക്കുമെന്നതിന്റെ ഉറപ്പിലാണ് കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ഇൻകാസ് പ്രവർത്തകർ ഒരുമിച്ച് ഫലപ്രഖ്യാപനം കാണാനിരുന്നത്. ദുബായിലെ ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് പ്രവർത്തകരും ഇൻകാസ് നേതാക്കളും ഒരുമിച്ച് കൂടിയത്. പ്രവൃത്തി ദിവസമായിരുന്നിട്ട് കൂടി UDF അനുകൂലികളായ നിരവധി പേരാണ് ഫലപ്രഖ്യാപനം തത്സമയം കാണാനെത്തിയത്. ആദ്യ മണിക്കൂറിൽ തന്നെ വമ്പൻ വിജയത്തിലേക്കാണ് UDFന്റെ പ്രയാണമെന്ന് മനസ്സിലായതോടെ ആവേശം പാരമ്യത്തിലെത്തി. കേരളത്തെ അങ്ങോളം ഇങ്ങോളം കട്ടുമുടിച്ച് കുടുംബാധിപത്യം നടത്തിയതിന് എതിരായി കേരള ജനത പ്രതികരിച്ചു. ഇത് ടീം UDFന്റെ വിജയമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുർഭരണത്തിന് അന്ത്യം വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ ഞങ്ങൾ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാക്കളുടെ വിജയയാത്ര കൈയടിച്ചും മുദ്രാവാക്യം മുഴക്കിയുമാണ് ഇൻകാസ് പ്രവർത്തകർ സ്വീകരിച്ചത്. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടുമാണ് ദുബായിലെ ഇൻകാസ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് വിജയാഘോഷം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം തത്സമയം വീക്ഷിക്കാൻ ഇന്ന് പുലർച്ചെ മുതൽ വലിയ സ്ക്രീനുകൾ ഒരുക്കി ആവേശപൂർവ്വം കാത്തിരുന്ന മലയാളി പ്രവാസികൾ മുദ്രാവാക്യം വിളിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷിച്ചു. റിയാദ്, ദമാം, ജിദ്ദ, ഹായൽ, മക്ക തുടങ്ങിയ വിവിധ പ്രവിശ്യകളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പ്രവാസി സംഘടനകൾ സജ്ജീകരിച്ചിരുന്നത്. ജിദ്ദ, മലപ്പുറം ജില്ലാ KMCC തിങ്കളാഴ്ച രാവിലെ സൗദി സമയം 5:30 മുതൽ ഷറഫിയ സഫേർ ഓഡിറ്റോറിയത്തിൽ ഇതിനായി വേദി ഒരുക്കിയിരുന്നു. സമാനമായ രീതിയിൽ ഷറഫിയ എല്ലോറ റെസ്റ്റോറന്റിലും ഡേ പുട്ടിലും വലിയ സ്ക്രീൻ ഒരുക്കിയിരുന്നു. റിയാദിൽ ബത്ത കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ നടന്നത്. വിവിധ സ്ഥലങ്ങളിൽ വൻതോതിൽ മധുര വിതരണം, കേക്ക് കട്ടിങ്ങും നടന്നു. വരും ദിവസങ്ങളിൽ KMCC, OICC തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സൗദിയിൽ വിവിധ പ്രവിശ്യകളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദുബായ് മെട്രോ ശൃംഖലയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള ബ്ലൂ ലൈൻ മെട്രോ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ലോകത്തിലെ ഏറ്റവും മനോഹരവും ആധുനികവുമായ മെട്രോ ശൃംഖല എന്നാണ് അദ്ദേഹം പുതിയ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. അൽ വുഖേഷെ എന്ന് പേരിട്ടിട്ടുള്ള കൂറ്റൻ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. 30 കിലോമീറ്റർ അകലെയുള്ള ദൈർഘ്യമുള്ള ദുബായ് ബ്ലൂ ലൈൻ മെട്രോ 14.5 കിലോമീറ്റർ പാലങ്ങളിലൂടെയും 15.5 കിലോമീറ്റർ തുരങ്കപാതയിലൂടെയുമാണ് കടന്നുപോകുന്നത്. 2029 സെപ്റ്റംബർ 9 നിർമ്മാണം പൂർത്തിയായി ബ്ലൂ ലൈൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സുരക്ഷിതവും പ്രവർത്തന സജ്ജവുമാണെന്ന് അധികൃതർ. യാത്രക്കാരുടെ സുരക്ഷയാണ് രാജ്യത്തിന്റെ മുൻഗണനയെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ദുവൈജ് അൽ ഒതൈബി വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി എയ്റോ ബ്രിഡ്ജുകൾ താൽക്കാലികമായി ഉപയോഗിക്കുന്നില്ല. പകരം യാത്രക്കാരെ ബസ്സുകളിലൂടെ വിമാനത്തോട് ചേർന്നിടത്തേക്ക് എത്തിക്കുന്നു. സുരക്ഷാ വിലയിരുത്തലുകൾക്കു ശേഷം സാധാരണ ബോർഡിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കും. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ പ്രധാന ടെർമിനൽ ഗേറ്റുകൾ വരും ദിവസങ്ങളിൽ തുറന്നു നൽകും. ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വിമാനത്താവളത്തിലെത്തുന്നതും അവസാന നിമിഷത്തിൽ എത്തുന്നതും ഒഴിവാക്കണമെന്ന് യാത്രക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ ഫർവാനിയ ഗവർണറേറ്റിൽ പ്രമുഖ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന് നേരെ കർശന നടപടി. പരിശോധനയിൽ 667 വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വസ്ത്രങ്ങൾ, ഹാൻഡ് ബാഗുകൾ, ചെരുപ്പുകൾ,
വനിതകൾക്കായുള്ള വിവിധ ആക്സസറികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രശസ്ത ബ്രാൻഡുകളുടെ യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ എന്ന രീതിയിലാണ് ഇവ വിപണനം നടത്തിയിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. നിയമലംഘനം സ്ഥിരീകരിച്ചതോടെ സ്ഥാപനം ഉടൻ അടച്ചുപൂട്ടുകയും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനായി കേസ് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. ജിദ്ദയിലെ ഹൈപ്പർ അൽ വഫ ബാഗ്ദാദിയ ബ്രാഞ്ച് അതിന്റെ 100ാം ദിനാഘോഷങ്ങളിലേക്ക് കടക്കുന്നു. സൗദിയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ അൽ വഫയുടെ വിജയകരമായ പ്രയാണത്തിന്റെ ഭാഗമായി തങ്ങളെ നെഞ്ചിലേറ്റിയ ഉപഭോക്താക്കൾക്കായി വൻപിച്ച പ്രമോഷനുകളും ഓഫറുകളുമാണ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന മെയ് 6 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ഗ്രോസറി, ഹോം ലിനൻ, ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ്, ഫ്രഷ് ഫുഡ് വിഭാഗങ്ങളിലായി വിപുലമായ വിലക്കുറവാണ് ഷോപ്പർമാരെ കാത്തിരിക്കുന്നത്. റിയാദിൽ തുടങ്ങി ദമാമും കടന്ന് ജിദ്ദയിൽ ചുവടുറപ്പിച്ച അൽ വഫയ്ക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദി കൂടിയാണ് ഈ 100ാം ദിന ആഘോഷം. ഇതിന്റെ ഭാഗമായി ബാഗ്ദാദിയ ബ്രാഞ്ചിൽ ആകർഷകമായ ഓഫറുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്നതിനോടൊപ്പം സാംസ്കാരിക കൂട്ടായ്മകൾക്കും വേദിയൊരുക്കാനാണ് ഈ ആഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഹൈപ്പർ അൽ വഫ മാനേജ്മെന്റ് വ്യക്തമാക്കി. ബ്ലോക്ക് ബസ്റ്റർ വിജയവുമായി TVK. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും താൻ തന്നെ നായകനെന്ന് തെളിയിച്ച വിജയ്. TVKയുടെ തേരോട്ടത്തിൽ അടിതെറ്റി MK സ്റ്റാലിൻ. കൊളത്തൂരിൽ ദയനീയ തോൽവി. വർഷത്തിലേറെയായി തമിഴ്നാട് രാഷ്ട്രീയം ഒരു ദ്വികക്ഷി സംവിധാനമായിരുന്നു. അതിനാണ് മാറ്റം വന്നത്. നടൻ വിജയുടെ പാർട്ടിയായി തമിഴക വെട്രിക്കഴകം ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിച്ചിരുന്ന DMK, AIADMK എന്നീ വൻ ശക്തികളെ പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. തുടർഭരണം ഉറപ്പിച്ചിരുന്ന DMK 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകർ അട്ടിമറിയായാണ് വിലയിരുത്തുന്നത്. ഭരണവിരുദ്ധ വികാരവും യുവാക്കൾക്ക് TVKയോടുള്ള താൽപര്യവും DMKയുടെ വോട്ടു ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2ാം സ്ഥാനത്താണെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ AIADMKയ്ക്ക് സാധിച്ചു. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം TVKയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിക്ക് വലിയ കുതിരക്കച്ചവടങ്ങൾക്കും പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്കും വഴിവെച്ചേക്കാം. TVKയുടെ നീക്കങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. DMKയ്ക്കൊപ്പം നിന്നിരുന്ന പല കക്ഷികളും മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ കൊളത്തൂരിൽ ദയനീയമായി പരാജയപ്പെട്ടു. DMKയിൽ നിന്ന് രാജിവെച്ച് TVKയിൽ ചേർന്ന VS ബാബുവാണ് സ്റ്റാലിനെ അട്ടിമറിച്ചത്. 2011 മുതൽ സ്റ്റാലിൻ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് കൊളത്തൂർ. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് അപൂർവ സംഭവമാണ്. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ മണ്ഡലമായ ചെപ്പോക്കിൽ വിജയം നിലനിർത്തി. DMKയുടെ പല മന്ത്രിമാരും തോറ്റു. വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടി. മുൻ മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ എടപ്പാടി K പളനിസ്വാമി തന്റെ മണ്ഡലമായ എടപ്പാടിയിൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. സേലം, കോയമ്പത്തൂർ, ഈറോഡ് തുടങ്ങിയ പടിഞ്ഞാറൻ മേഖലകളിൽ AIADMK തങ്ങളുടെ ശക്തി തെളിയിച്ചു. പലയിടങ്ങളിലും TVK AIADMKയുടെ വോട്ടു ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും കേഡർ വോട്ടുകൾ സംരക്ഷിക്കാൻ EPSന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബംഗാളിൽ പുതിയ ചരിത്രം രചിച്ച BJP. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായിരുന്ന തെക്കൻ ബംഗാളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം നേടി. BJP ഡബിൾ സെഞ്ചുറിക്ക് അടുത്തെത്തിയപ്പോൾ 90 താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു തൃണമൂൽ കോൺഗ്രസിന്. ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് ഇത്തവണ BJP തരംഗം ആഞ്ഞടിച്ചത്. 2021 77 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി തുടങ്ങി തെക്കൻ ബംഗാളിലെ തൃണമൂൽ കോട്ടകൾ കീഴടക്കിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഭരണത്തിലേറുന്നത്. നേരത്തെ നന്ദിഗ്രാമിൽ BJPയോട് പരാജയപ്പെട്ട മമത ഇത്തവണ കഷ്ടിച്ചാണ് ഭവാനിപൂരിൽ ജയിച്ചു കയറിയത്. എന്നാൽ മമതയുടെ അടുത്ത അനുയായികളെല്ലാം കനത്ത പരാജയം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ബംഗാൾ നേരിട്ട വികസന മുരടിപ്പും അക്രമ സംഭവങ്ങളും സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുമാണ് ജനങ്ങൾ മമതയെ തഴഞ്ഞ് BJPയെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തകരുടെ കഠിന പ്രയത്നവും BJPയുടെ വികസന അജണ്ടയുമാണ് വിജയത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബംഗാൾ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി BJP സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിച്ചു.
डेमोक्रेसी हमारे लिए सिर्फ एक तंत्र नहीं है, ये हमारी रगों में दौड़ता हुआ संस्कार है। ये हमारी रगों की संस्कार सरिता है। और आज सिर्फ भारत का लोकतंत्र ही नहीं जीता है, आज भारत का संविधान भी जीता है। കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം മമതാ ബാനർജി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി നേരിട്ടതുകൊണ്ട് തന്നെ ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂലിന് തിരിച്ചുവരാൻ സാധിക്കുമോ എന്നതും ചോദ്യചിഹ്നമാണ്. കാലങ്ങളോളം ബംഗാൾ അടക്കി ഭരിച്ച CPM-ന് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. പരമ്പരാഗത തൃണമൂൽ കോട്ടകൾ പലതും അടിച്ചു തകർത്താണ് ബംഗാളിൽ കാവി തരംഗം ആഞ്ഞടിച്ചത്. ബംഗാൾ കൂടി BJP പാളയത്തിലെത്തുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. അസമിൽ ചരിത്ര വിജയമാണ് BJP നേടിയതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വിജയം അസമിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. ജനപിന്തുണയില്ലാതെ ഈ വിജയം സാധ്യമാകില്ലെന്നും ഹിമന്ത പറഞ്ഞു. പുതുച്ചേരിയിൽ ഭരണം നിലനിർത്തിയ NDA സഖ്യം 30-ൽ 17 സീറ്റും നേടി. NDA ജയിച്ചതോടെ N. രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായേക്കും. തട്ടാംചാവാടിയിൽ വൈദ്യലിംഗത്തെ ആണ് രംഗസ്വാമി തോൽപ്പിച്ചത്. 5ാം തവണ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന രംഗസ്വാമിയുടെ പ്രതിച്ഛായ തന്നെയായിരുന്നു NDAയുടെ കരുത്ത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.